തൃശൂർ ഒല്ലൂരിൽ കെ.എസ്.ആർ.ടി.സി സ്വിഫ്റ്റ് ബസ്സിടിച്ച് 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ഇന്ന് രാവിലെ 6:30യോടെയായിരുന്നു അപകടം. വിവരങ്ങളുമായി ഗോകുൽ വി.എസ്. ചേരുന്നുണ്ട്. ഗോകുൽ, എപ്പോഴാണ് ഈ അപകടം? ഇവർ തൽക്ഷണം മരണപ്പെടുകയായിരുന്നോ? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇന്ന് രാവിലെ ഏകദേശം 6:30 കാണും. എൽസിയും മേരിയും പള്ളിയിലേക്കായി പോവുകയായിരുന്നു. അതിനിടയിൽ ഈ ചിയ്യാരത്തെത്തിയപ്പോൾ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ചു. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് കെ.എസ്.ആർ.ടി.സി സ്വിഫ്റ്റ് ബസ് ഇടിച്ച് 2 പേരും മരിച്ചത്. തൽക്ഷണം മരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എൽസി മേരി, അങ്ങനെ 2 പേരാണ് മരിച്ചത്. തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു കെ.എസ്.ആർ.ടി.സി ബസ്. അത് ഈ ചിയ്യാരത്തിനടുത്ത് എത്തിയപ്പോൾ റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു ഇരുവരും. അതിനിടയിലാണ് ബസ് ഈ തിരുവനന്തപുരത്തേക്ക് പോകുന്ന കെ.എസ്.ആർ.ടി.സി സ്വിഫ്റ്റ് ബസ് ഇടിച്ചത്. ഇതിൻ്റെ അപകടത്തിൻ്റെ കാരണം എന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് റോഡ് മുറിച്ച് കടന്നിരുന്നത്, എങ്ങനെയാണ് ഈ അപകടത്തിന് കാരണം തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കെ.എസ്.ആർ.ടി.സി സ്വിഫ്റ്റ് ബസ് ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് ഏകദേശം 6:30 ഈ സംഭവം ഉണ്ടായത്. 2 പേരും തൽക്ഷണം തന്നെ മരിച്ചു എന്നുള്ളതാണ്. അതിൽ ഒരാൾ മാത്രം. നമുക്ക് ചില പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. സൂപ്പർ ഫാസ്റ്റ് ഒല്ലൂർ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ഒരു 6 മണി നേരം ഉണ്ടാവും. അപ്പോൾ പള്ളിയിലേക്ക് കടക്കാൻ 2 ആളും കൈ പിടിച്ച് കിടന്നുണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ നിഗമനം. കടന്ന് അങ്ങനെ പോണ നേരത്ത് ഇവർ ഈ സൂപ്പർ ഫാസ്റ്റ് ചവിട്ടി കിട്ടിയില്ല. അടിയിൽ ഒരു സ്ത്രീ അടിയിൽ പെട്ടു, റൈറ്റ് സൈഡിൽ വീലിൻ്റെ അടിയിൽ പെട്ടു. മറ്റേ പെണ്ണ് തെറിച്ചു പോയി. നമുക്ക് ഗൂഗിളിലേക്ക് തന്നെ തിരികെ പോകാം. ഗൂഗിൾ, റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് അല്ലേ? അതെ, തീർച്ചയായും. ഇവർ 2 പേരും റോഡ് മുറിച്ചിടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. ബസ് വരുന്ന സമയത്ത് ഒരുപക്ഷെ ഇവർ മുന്നിലൂടെ ക്രോസ് ചെയ്യാൻ ശ്രമിച്ചതായിരിക്കാം. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും വണ്ടി ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം കൂടുതൽ നിയമ നടപടികൾ, ഏത് വിധേനയാണ് നടപടി വേണ്ടത് എന്നത് ആലോചിച്ചതിന് ശേഷം നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഒരു 6:30 കൂടിയാണ് ഉണ്ടായത്. ആ സംഭവം നടന്നപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അപ്പോൾ നേരിട്ട് കണ്ട ആളുകൾ ഇവിടെ ഈ പ്രദേശത്തില്ല. അവരിവിടെ നിന്ന് പോയി പലരും. അപ്പോൾ ഈ ഭാഗത്താണ് ഈ ഒരു അപകടം ഉണ്ടായത്.